നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഏകസപ്തതിത്തമ സർഗഃ. 71-ാം സർഗം. 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. 71-ാം സർഗത്തിലെ സപ്രാങ്മുഖോ രാജഗ്രഹാദഭിനിര്യായ വീര്യവാൻ തതഃ സുദാമാം ദ്യുതിമാൻ സന്ദീര്യാവേക്ഷ്യതാം നദീം ഹ്രാദിനിം ദൂരപാരാം ച പ്രത്യക്സ്രോതസ്തരംഗിണിം ശതദ്രുമതരശ്രീമാൻ നദീമിക്ഷ്വാകുനന്ദനഃ. ഐളധാനേ നദീം തീർത്വാ പ്രാപ്യ ചാപരപർവ്വതാൻ ശിലാമാകുർവതിം തീർത്വാ ആഗ്നേയം ശല്യകർഷണം. സത്യസന്ധശുചി ശ്രീമാൻ പ്രേക്ഷമാണശിലാവകാം അഭ്യഗാത് സമഹാശൈലാൻ വനം ചൈത്രരഥം പ്രതി. സരസ്വതിം ച ഗംഗാം ച യുഗ്മേന പ്രതിപദ്യ ച ഉത്തരാൻ വീരമത്സ്യാനാം ഭാരുണ്ഡം പ്രാവിശദ്വനം. വേഗിനിം ച കുലീങ്കാഖ്യാം ഹ്രാദിനിം പർവ്വതാവ്രതാം യമുനാം പ്രാപ്യ സന്ദീർണോ ബലം ആശ്വാസയത്തദാ. ശീതീകൃത്യ തു ഗാത്രാണി ക്ലാന്താനാശ്വാസ്യ വാജിനഃ തത്ര സ്നാത്വാ ച പീത്വാ ച പ്രായാദാദായ ചോദകം. രാജപുത്രോ മഹാരണ്യം മനഭീക്ഷ്ണോപസേവിതം ഭദ്രോ ഭദ്രേണ യാനേന മാരുതഖമിവാത്യഗാദ. ഭാഗീരഥിം ദുഷ്പ്രതരാം സോംശുധാനേ മഹാനദിം ഉപായദ്രാഹവസ്തൂർണം പ്രാഗ്വടേ വിശ്രുതേ പുരാ. സ ഗംഗാം പ്രാഗ്വടേ തീർത്വാ സമായാത് കുടികോഷ്ഠികാം സബലസ്താം സ തീർത്വാഥ സമാഗാത് ധർമ്മവർദ്ധനം. 71-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഏകദേശം ഒന്ന് നോക്കാം. സപ്രാങ്മുഖോ രാജഗൃഹാദഭിനിര്യായ വീര്യവാൻ തതഃ സുദാമാം ദ്യുതിമാൻ സന്ദീര്യാവേക്ഷ്യതാം നദീം. 71-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: രാജഗൃഹത്തിൽ നിന്നും കിഴക്കോട്ട് യാത്ര ചെയ്ത് സുദാമ എന്ന നദി കണ്ട് കാന്തിമാനായ അദ്ദേഹം അത് കടന്നു. അപ്പോൾ ഭരതനും ശത്രുഘ്നനും കേകയത്തിൽ നിന്നും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോ വഴിയും കടന്ന് അയോധ്യയിലേക്ക് പോവുകയാണ്.
ഇപ്പോൾ സുദാമ എന്ന നദി കടന്നിരിക്കുന്നു. ശ്ലോകം 2. ഹ്രാദിനിം ദൂരപരാം ച പ്രത്യക്സ്രോതസ്തരംഗിണിം ശതദ്രുമതരശ്രീമാൻ നദീമിക്ഷ്വാകുനന്ദനഃ. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വിശാലമായ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയായ ഹ്രാദിനി എന്ന് പറയുന്ന നദിയിൽ, ഹ്രാദിനി എന്ന് പറഞ്ഞാൽ സന്തോഷം നൽകുന്നവൾ, ആ നദി കടന്ന് ശ്രീമാൻ ഇക്ഷ്വാകുനന്ദനൻ ശതദ്രുവിനെയും തരണം ചെയ്തു. 3-4 ശ്ലോകങ്ങൾ ചൊല്ലാം. ഐളധാനേ നദിം തീർത്വാ പ്രാപ്യച്ചാപരപർവ്വതാൻ ശിലാമാകുർവതിം തീർത്വാ ആഗ്നേയം ശല്യകർഷണം സത്യസന്ധശുചിസ്ത്രീമാൻ പ്രേക്ഷമാണശിലാവഹാം അഭ്യഗാത് സമഹാശൈലാൻ വനം ചൈത്രരഥം പ്രതി. 3-4 ശ്ലോകങ്ങളുടെ അർത്ഥം. ഐളധാന എന്ന സ്ഥലത്ത് നദി കടന്ന് അപരപർവ്വതത്തിലെത്തി. അപരപർപ്പടമെന്നും പറയുന്നുണ്ട് ഈ പർവ്വതത്തെ. ശിലയെ ഉരുട്ടിത്തള്ളുന്ന ശിലാവഹ എന്ന നദി കടന്ന് സത്യസന്ധനും പരിശുദ്ധനുമായ ഭരതൻ അഗ്നികോണിലുള്ള ശല്യകർത്തനമെന്ന നാട് കണ്ടും കൊണ്ട് ചൈത്രരഥം എന്ന വനത്തെ ലക്ഷ്യമാക്കി മഹാശൈലങ്ങൾ കടന്നു. 5-6 ശ്ലോകങ്ങൾ. സരസ്വതിം ച ഗംഗാം ച യുഗ്മേന പ്രതിപദ്യ ച ഉത്തരാൻ വീരമത്സ്യാനാം ഭാരുണ്ഡം പ്രാവിശദ്വനം വേഗിനിം ച കുലിംഗാഖ്യാം ഹ്രാദിനിം പർവ്വതാവ്രതാം യമുനാം പ്രാപ്യ സന്ദീർണോ ബലമാശ്വാസയത്തദാ. 5-6 ശ്ലോകങ്ങളുടെ അർത്ഥം. സരസ്വതി ഗംഗാ സംഗമസ്ഥാനത്തെത്തി. വീരമത്സ്യരാജ്യങ്ങൾക്ക് വടക്കുള്ള ഭാരുണ്ഡമെന്ന വനത്തിൽ പിന്നീട് പ്രവേശിച്ചു. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതും വേഗമുള്ളതും ക്ലാദിനിയും കുലിംഗമെന്നും പേരുള്ളതുമായ യമുനയെ പ്രാപിച്ച് അത് കടന്നതിന് ശേഷം സൈന്യത്തിന് വിശ്രമിക്കാൻ സമയം നൽകി. ശ്ലോകം 7. ശീതീകൃത്യ തു ഗാത്രാണി ക്ലാന്താനാശ്വാസ്യ വാജിനഃ തത്ര സ്നാത്വാ ച പീത്വാ ച പ്രായാദാദായ ചോദകം. ശ്ലോകം 7ൻ്റെ അർത്ഥം. ക്ഷീണിച്ച കുതിരകൾക്ക് ആശ്വാസം നൽകി അവയുടെ ശരീരം തണുപ്പിച്ച് കുളി കഴിച്ച് വെള്ളം കുടിച്ച് ജലം സംഭരിച്ച് വീണ്ടും പുറപ്പെട്ടു. ശ്ലോകം 8. രാജപുത്രോ മഹാരണ്യം അനഭീക്ഷ്ണോപസേവിതം ഭദ്രോ ഭദ്രേണ യാനേന മാരുതഖമിവാത്യഗാത. ആൾ സഞ്ചാരമില്ലാത്ത മഹാവനത്തിലൂടെ ഭദ്രാത്മാവായ രാജകുമാരൻ സുരക്ഷിതമായ രഥത്തിലിരുന്ന് വായു ആകാശത്തെ എന്ന പോലെ അനായാസമായി തരണം ചെയ്തു. ശ്ലോകം 9. ഭാഗീരഥിം ദുഷ്പ്രതരാം സോംശുധാനേ മഹാനദിം ഉപായാദ്രാഹവസ്തൂർണം പ്രാഗ്വടേ വിശ്രുതേ പുരേ. 9ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദുസ്തരമായ ഭാഗീരഥി നദിയെ അംശുധാനത്തിലെത്തി കണ്ടിട്ട് പിന്നെ വേഗത്തിൽ പ്രാഗ്വടത്തിൽ എത്തി. ശ്ലോകം 10. സ ഗംഗാം പ്രാഗ്വടേ തീർത്വാ സമായാത് കുടികോഷ്ഠികാം സബലസ്താം സ തീർത്വാഥ സമാഗാത് ധർമ്മവർദ്ധനം. ശ്ലോകം 10ൻ്റെ അർത്ഥം. പ്രാഗ്വടത്തിൽ ഗംഗയെ തരണം ചെയ്തിട്ട് കുടികോഷ്ഠികയിലെത്തി. സൈന്യത്തോടുകൂടി അതും തരണം ചെയ്തു. ധർമ്മവർദ്ധനം പ്രാപിച്ചു. ധർമ്മവർദ്ധനത്തിൽ എത്തി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.